അസ്സലാമു അലൈക്കും. നമ്മളെ തേർഡ് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് എടുക്കുന്നത്. രാഷ്ട്രീയം മുതലാണ് ഇനി എടുക്കാനുള്ളത് അല്ലേ. രാഷ്ട്രീയം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ. എന്താണ് രാഷ്ട്രീയ സ്ഥാപനങ്ങൾ? സമൂഹത്തിൽ അധികാരത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങൾ. അധികാരത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണെന്ത്? രാഷ്ട്രീയ സ്ഥാപനങ്ങൾ. ഇതിന് പ്രധാനമായി ഉപയോഗിക്കുന്നത് രണ്ട് വാക്കുകളാണ്: അധികാരവും ആധിപത്യവും. രാഷ്ട്രീയ സ്ഥാപനങ്ങളെ മനസ്സിലാക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് രണ്ട് വാക്കുകളാണ്. എന്തൊക്കെ? അധികാരം, ആധിപത്യം. ഇനി എന്താണ് അധികാരം? മറ്റുള്ളവരെ എതിർത്താലും സ്വന്തം ഇഷ്ടം നടപ്പിലാക്കാനുള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ സംഘത്തിൻ്റെ കഴിവാണ് അധികാരം. മറ്റുള്ളവരെ എതിർത്താൽ എന്താണ്? വ്യക്തിയുടെ അല്ലെങ്കിൽ സംഘത്തിന് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അധികാരമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയാണ്, സമൂഹത്തിൽ ഒരു പരിധി വരെ എന്തുണ്ട്? ചിലർക്ക് അധികാരങ്ങളുണ്ട് അല്ലേ. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അധികാരമൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് നല്ല അധികാരമുണ്ട്. അപ്പോൾ സമൂഹത്തിൽ വ്യക്തിക്ക് അധികാരം ഉണ്ട്. അപ്പോൾ ഈ അധികാരത്തിന് ഉദാഹരണമായിട്ട് പറയാണ്, വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ കുട്ടികളോട് ഓരോ കാര്യങ്ങൾ പറയണത്. അതുപോലെ തന്നെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ കുട്ടികളോട് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഉദാഹരണം കുറേ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് പറയുന്നത്? അധികാരമാണ്, ഒരു വ്യക്തിയുടെ അധികാരമാണ് പറയുന്നത്. അപ്പോൾ ഈ അധികാരം പോലെ തന്നെ മറ്റൊന്നാണെന്ത്? ആധിപത്യം. അധികാരം പ്രയോഗിക്കപ്പെടുന്നത് ആധിപത്യത്തിലൂടെയാണ്. അധികാരം പ്രയോഗിക്കപ്പെടുന്നത് ഇതിലൂടെ ആധിപത്യത്തിലൂടെയാണ്. അധികാരത്തിൻ്റെ നിയമാനുസൃത രൂപമാണ് ആധിപത്യം. അധികാരത്തിൻ്റെ നിയമാനുസൃത രൂപമാണ് ആധിപത്യം. ഈ ആധിപത്യം എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്ഥാപനാവൽകൃതമാണ്. അധികാരം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉദാഹരണമൊക്കെ പറഞ്ഞല്ലോ. വലിയൊരു കുട്ടികളോട് ചെയ്യാൻ പറയണത്, അതുപോലെ സ്കൂളിലെ പ്രിൻസിപ്പൾമാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുട്ടികളോട് പറയുന്നത്. അപ്പോൾ ഈ അധികാരം അധികാരമല്ല, ആധിപത്യം എന്ന് പറയുന്നത് ഒരു സ്ഥാപനവൽകൃതമാണ്. ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അധികാരികളുടെ അധികാരത്തെ പൊതുവെ അംഗീകരിക്കുന്നു. കാരണം അവരുടെ നിയന്ത്രണം നല്ലതും നീതിയുക്തവുമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ മൂത്തവരുടെ വാക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് വരുന്നു. നെക്സ്റ്റ് പറയുന്നത് രാഷ്ട്രരഹിത സമൂഹങ്ങളെക്കുറിച്ചാണ്. രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങളെയാണ് രാഷ്ട്രരഹിത സമൂഹങ്ങളെന്ന് പറയുന്നത്.
അപ്പോൾ രാഷ്ട്രരഹിത സമൂഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾ. ഇനി പ്രധാനമായും പറയുന്നതാണ് രാഷ്ട്രം എന്ന സങ്കല്പം, ഭരണകൂട സങ്കല്പം. ഒരു രാഷ്ട്രീയ സംവിധാനത്തിലെ ഏറ്റവും അടിസ്ഥാന സ്ഥാപനമാണ് ഭരണകൂടം. എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ? ഭരണകൂടം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ പ്രധാന ഒരു സ്ഥാപനമാണ്. ഒരു പ്രദേശത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ അവിടുത്തെ ഭരണകൂടത്തിന് മാത്രമേ കഴിയുള്ളൂ. അവിടുത്തെ ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാനും ഒക്കെ അവിടെ ഇടപെടാൻ ഭരണകൂടത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഇനി ദേശീയ ഭരണകൂടങ്ങളുടെ സവിശേഷതകൾ. പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ജനസംഖ്യ, നിശ്ചിത പ്രദേശത്തിൻ്റെ വിസ്തീർണം, ഗവൺമെൻറ്, പരമാധികാരം. ഇതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ, ദേശീയ ഭരണകൂടത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. രാഷ്ട്രം എന്ത് ചെയ്യുന്നു? അതിൻ്റെ ചുമതലയൊക്കെ നിർവഹിക്കുന്നത് ഗവൺമെൻറ്റിലൂടെയാണ്. രാഷ്ട്ര സമൂഹത്തിലെ എല്ലാ വർഗങ്ങളുടെയും താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങളുടെ താല്പര്യങ്ങളെയാണ് രാഷ്ട്രം പ്രതിനിധീകരിക്കുന്നതെന്ന് സംഘടനവാദ വീക്ഷണക്കാരും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും താല്പര്യങ്ങളെ നോക്കുന്നുണ്ട് എന്ന് നിർവ്വഹണവാദ വീക്ഷണക്കാർ പറയുമ്പോൾ പ്രബല വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് എന്ന് സംഘടനവാദ വീക്ഷണക്കാർ പറയുന്നു. അപ്പോൾ ദേശീയ ഭരണകൂടത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അതിലേതൊക്കെ ഉൾപ്പെടുന്നു? ജനസംഖ്യ, നിശ്ചിത വിസ്തീർണം, ഗവൺമെൻറ്, പരമാധികാരം. ഇനി ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകളാണ് അടുത്തത് പറയുന്നത്. പരമാധികാരം, പൗരത്വം, ദേശീയത. ഇവിടെ essay ക്വസ്റ്റ്യനൊക്കെ വരുന്നതാട്ടോ. 1 വേർഡ് ക്വസ്റ്റ്യൻ വരലുണ്ട്, essay ക്വസ്റ്റ്യനൊക്കെ ഇവിടെ വരലുണ്ട്. പരമാധികാരം, പൗരത്വം, ദേശീയത. അതിൽ നമുക്ക് ഒന്നാമത് പരമാധികാരം. ഒരു നിശ്ചിത പ്രദേശത്തിനു മേൽ രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. പരമാധികാരം ഒരു ഭൂപ്രദേശത്തിൻ്റെ മേൽ രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണം. പരമാധികാരം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ മാത്രം കുത്തകയാണ്. നെക്സ്റ്റ് പറയുന്നത് പൗരത്വം. പൗരാവകാശങ്ങൾ, രാഷ്ട്രീയാവകാശങ്ങൾ, സാമൂഹികാവകാശങ്ങൾ എന്നിവ പൗരത്വ അവകാശങ്ങളിൽ പെടുന്നു. പൗരത്വാവകാശങ്ങളിൽ പ്രധാനമായും പെടുന്നത് 3 കാര്യങ്ങളാണ്. ഇതൊക്കെ പൗരാവകാശങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, സാമൂഹിക അവകാശങ്ങൾ. ഇനി എന്താണ് അതിൽ പൗരാവകാശങ്ങൾ? പൗരനെ സംബന്ധിച്ച രാഷ്ട്രീയ സാമൂഹ്യ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പൗരാവകാശങ്ങൾ. അതെങ്ങനെയാണ്? ഇഷ്ടമുള്ളിടത്ത് ജീവിക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സ്വത്ത് സമ്പാദിക്കാൻ, നീതി ലഭിക്കാൻ, അതുപോലെ എല്ലാം എന്താണ് പൗരാവകാശത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പൗരൻ്റെ അവകാശങ്ങളാണ് പൗരാവകാശങ്ങൾ. ഇനി രാഷ്ട്രീയ അവകാശം എന്ന് പറഞ്ഞാലോ, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും പൊതുസ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുമുള്ള അർഹത പൗരന് നൽകുന്നു. രാഷ്ട്രീയ അവകാശം തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും മത്സരിക്കാനൊക്കെ ഉള്ള അവകാശം കൊടുക്കുന്നതാണ് രാഷ്ട്രീയ അവകാശം. പണ്ട് കാലത്തൊന്നും എല്ലാവർക്കും ഒന്നും വോട്ടുണ്ടായിരുന്നില്ല. അത്ര സ്ത്രീകൾക്കൊന്നും വോട്ടുണ്ടായിരുന്നില്ല. പണ്ടൊന്നും സ്ത്രീകൾ വോട്ട് ചെയ്യാനും പോയിരുന്നില്ല. പിന്നീടാണ് അതൊക്കെ സ്ത്രീകൾക്കും വോട്ട് ചെയ്യാമെന്ന ഒരു സമ്പ്രദായമൊക്കെ നിലവിൽ വന്നത്. എല്ലാ പുരുഷന്മാർക്കും വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സ്വത്തുള്ള പുരുഷന്മാർക്ക് മാത്രം, ഒരു നിശ്ചിത അളവിൽ സ്വത്ത് ഉള്ള പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നത്. അപ്പോൾ പൗരാവകാശം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, രാഷ്ട്രീയ അവകാശം മനസ്സിലായിട്ടുണ്ടാവും. മൂന്നാമത്തത്
സാമൂഹിക അവകാശം. ഇതെന്താ പറയുന്നത്? ഓരോ വ്യക്തിക്കും ഏറ്റവും ചുരുങ്ങിയ നിലവാരത്തിൽ സാമ്പത്തിക പുരോഗതിയും സുരക്ഷയും അനുഭവിക്കാനുള്ള അവകാശമാണെന്ത്? സാമൂഹിക അവകാശം. ഓരോ വ്യക്തിക്കും എന്താണ്? സാമ്പത്തിക പുരോഗതി, സുരക്ഷ ഒക്കെ അനുഭവിക്കാനുള്ളൊരു അവകാശമാണെന്ത്? സാമൂഹിക അവകാശം. അതിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ് ആരോഗ്യ പരിപാലനം, തൊഴിലില്ലായ്മ വേതനം, മിനിമം കൂലി. ഇതൊക്കെ സാമൂഹിക അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ദേശീയത. ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകളിൽ മൂന്നാമത്തേതാണ് ദേശീയത. എന്താണ് ദേശീയത? ഒരു ഏകരാഷ്ട്രീയ സമുദായത്തിൻ്റെ ഭാഗമാണെന്ന ബോധം പ്രദാനം ചെയ്യുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളുടെയും വിശ്വാസങ്ങളെയുമാണ് ദേശീയത എന്ന് പറയുന്നത്. ദേശീയത വ്യക്തികളിൽ ഐക്യബോധവും രാജ്യസ്നേഹവും ഉണ്ടാക്കുന്നു. അപ്പോൾ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏകരാഷ്ട്രീയ സമുദായത്തിൻ്റെ ഭാഗമാണെന്ന ബോധം പ്രദാനം ചെയ്യുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളും വിശ്വാസങ്ങളും സൂചിപ്പിക്കുന്നതാണെന്ത്? ദേശീയത. ഇതിലൂടെ മനുഷ്യന്മാർക്ക് എന്തുണ്ടാക്കുന്നു? ഐക്യബോധവും രാജ്യസ്നേഹമൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യക്കാർക്ക് ഇതിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വിശ്വാസങ്ങളും ചിഹ്നങ്ങളൊക്കെ അതിനെ വിശ്വസിക്കുക എന്നത് ഇന്ത്യക്കാരുടെ ദേശീയത ഉയർത്തുന്ന ഒന്നാണ്. അപ്പോൾ ദേശീയത ഉണ്ടായത് എന്നാണ്? ആധുനിക രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തോടെയാണ് ദേശീയത ഉയർന്നു വന്നത്. ആധുനിക രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തോടെ ഉയർന്നു വന്നതാണ് എന്ത്? ദേശീയത. അതുപോലെ തന്നെ പറയുന്ന ആഗോള വിപണികളുടെ പെട്ടെന്നുള്ള വ്യാപനം, കടുത്ത ദേശീയ വികാരങ്ങൾ, പോരാട്ടങ്ങൾ, ഇതൊക്കെ എന്താണ്? സമകാലിക ലോകത്തിൻ്റെ സവിശേഷതകളായിട്ട് മാറി. അപ്പോൾ ദേശീയതയിലൂടെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു രാജ്യത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റിലുള്ള പോയിൻറ്റ്സ് കുറേ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് വായിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് മതത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിലെടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല എന്നൊക്കെ വരും. അപ്പോൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് എടുത്ത് വായിക്കുക കേട്ടോ, എന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും.